റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ പെൻഷനും മുടങ്ങി. പലർക്കും 6 മാസത്തിലേറെയായി പെൻഷൻ കിട്ടുന്നില്ല. ക്യാൻസർ രോഗികൾക്കുള്ള 1000 രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ്. പെൻഷൻ എന്ന് കിട്ടുമെന്നതിൽ രോഗികൾക്ക് ഒരു വിവരവുമില്ല. ചില താലൂക്കുകളിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെ തുടർന്ന് 1 വർഷമായി പെൻഷൻ കിട്ടാത്തവരുമുണ്ട്. പെൻഷൻ നടപടികൾ ഏകോപിപ്പിക്കുന്ന വില്ലേജ് വെബ്സൈറ്റ് തകരാറിലായിട്ട് 1 മാസം പിന്നിട്ടു. ആരുണ്ട് ശ്രദ്ധിക്കാൻ? TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഒരു പ്രേക്ഷക അല്പസമയം മുമ്പ് നമുക്ക് കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടതേ ഉള്ളൂ, ഞങ്ങളുടെയൊക്കെ ക്യാൻസർ രോഗികളുടെ പെൻഷനും മുടങ്ങിയിട്ട് കുറേ നാളായി സാറേ എന്നാണ് ഈ പ്രേക്ഷക മെസ്സേജ് ഇട്ടത്. നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ കുറേ മാസങ്ങളായിട്ട് കുടിശ്ശികയുണ്ടല്ലേ? അതെ അരുൺ, 6 മാസത്തിലേറെയായി പൊതുവിലുള്ള കുടിശ്ശികയുണ്ട്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില താലൂക്കുകളിലെ ഉദ്യോഗസ്ഥ വീഴ്ചയെ തുടർന്ന് 1 വർഷത്തിലേറെയായി പെൻഷൻ കിട്ടാത്തവരുമുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ പോലെ ഒരു കേന്ദ്രീകരിച്ച സ്ഥലത്ത് നിന്നല്ല ക്യാൻസർ രോഗികളുടെ പെൻഷൻ വിതരണം ചെയ്യുന്നത്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ 1000 രൂപയാണ് 1 മാസം. അത് വിതരണം ചെയ്യുന്നത് എല്ലാ താലൂക്കുകളുമാണ് അതിന്റെ ഈ പെൻഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ താലൂക്കുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ വില്ലേജുകളിൽ ഉദ്യോഗസ്ഥർ വീഴ്ച കാണിക്കുന്നു അവിടെയൊക്കെ ഈ പെൻഷൻ വൈകുന്ന സ്ഥിതിയുണ്ട്. അതുമാത്രമല്ല അരുൺ, പല സ്ഥലത്തു നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് പല സ്ഥലത്തും ഫണ്ടില്ലാത്തത് കൊണ്ടല്ല ഈ വിതരണം മുടങ്ങുന്നത് എന്ന ഗുരുതരമായ ഒരു പ്രശ്നവുമുണ്ട്. എന്തായാലും ക്യാൻസർ രോഗികൾ ഈ കഴിഞ്ഞ ഓണത്തിന് ശേഷം ഒക്ടോബർ മാസം ചില രോഗികൾക്ക് ചില താലൂക്കുകളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൊതുവിൽ നോക്കിയാൽ ഓണത്തിന് ശേഷം ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം അരുൺ ഓർമ്മയുണ്ടാകും, നമ്മൾ ഈ വെബ്സൈറ്റ്, അതായത് വില്ലേജ് വെബ്സൈറ്റ് തകരാറിലായ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1 മാസമായി ഈ വെബ്സൈറ്റ് തുറക്കാൻ കഴിയുന്നില്ല. ഇതുവഴിയാണ് പെൻഷന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് 12 മാസം തുടർച്ചയായി പെൻഷൻ വാങ്ങിയാൽ 13ാമത്തെ മാസം കിട്ടണമെങ്കിൽ അത് പുതുക്കണം. അതിന്റെ മറ്റു രേഖകളെല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റും മറ്റു രേഖകൾ ഉപയോഗിച്ച് അത് പുതുക്കണം. പക്ഷേ ഈ വെബ്സൈറ്റ് തകരാറായതോടുകൂടി അത് പുതുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. മാത്രമല്ല പുതിയ പെൻഷൻകാർക്ക് അപേക്ഷിക്കാനും കഴിയുന്നില്ല. അരുൺ, അതിലും ഗുരുതരമായ ഒരു കാര്യം, ഈ മുടങ്ങിയ പെൻഷൻ ഇനിയിപ്പോൾ കൊടുത്തു തുടങ്ങണമെങ്കിൽ ഈ വെബ്സൈറ്റിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാവുകയും വേണം. സംസ്ഥാനത്തെമ്പാടും ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളാണ് ഇതുമൂലം അക്ഷയ കേന്ദ്രങ്ങളും വില്ലേജ് ഓഫീസുകളും കയറിയിറങ്ങുന്നത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഫണ്ട് ഉണ്ടായിട്ടും അത് ഉദ്യോഗസ്ഥ വീഴ്ചയെ തുടർന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവമായ കാര്യം. അരുൺ.